ഹരി ഓം. എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 13ാമത്തെ ദശകം ഹിരണ്യാക്ഷ വധം ആണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ വ്യാഖ്യാനം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നോക്കണ്ടായി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ബാക്കിയുള്ള 5 ശ്ലോകങ്ങളും നോക്കി 13ാമത്തെ ദശകം ഇവിടെ പൂർത്തിയാക്കാം. അപ്പൊ ഞാൻ ചൊല്ലി തുടങ്ങാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഹിരണ്യാക്ഷം താവദ്ധരത ഭവധന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഗാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുദീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമപി നിന്ദം സ്തവ ഫലം സമായാവി വിഷ്ണുർ ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാ വിഗദിത നദൻ ക്വാസൗ ക്വാസ വിദിസമുനിനാദർശിത പദോ ഭവന്തം സംപ്രാപ ധരണിധരമുദ്യന്തമുദകാത് അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിവിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുക്താ മൃഗവിദൗ ഗദാപാണൗ ദൈത്യെ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോത്കുഷ്ടവിയതാ രണാലോകൗത്സുക്യാ നിലധിസുരസംഖ്യേ ധൃതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ദാത്രാ ജഗദിശേ ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിതി ഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാമഹപോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനശനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. തദശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുതം സ്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരി. ഒന്നുകൂടെ ചൊല്ലാം. തദശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകരിത ചക്ര പ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുതം സ്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരി. 6ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം വിവരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ നടന്നതൊന്ന് ഓർമ്മ പുതുക്കാം. ഈ ദശകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത് നാരദ മുനി വന്ന് തന്റെ മുട്ടോളം മാത്രം ഉള്ള കാരണജലത്തിൽ നിൽക്കായിരുന്നു ഹിരണ്യാക്ഷന്റെ അടുത്ത് വന്ന് ഭഗവാനെ നിന്ദിച്ച് ഹിരണ്യാക്ഷനെ പ്രശംസിച്ച് സംസാരിച്ചു. അതിനുശേഷം കഷ്ടമാണ്, അങ്ങയുടെ വസുമതിയാണ് അതാ ആ വിഷ്ണു പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹിരണ്യാക്ഷനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു എവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ഹിരണ്യാക്ഷന് നാരദ മഹർഷി തന്നെ ഭഗവാനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാരണജലത്തിൽ നിന്നും തന്റെ തേറ്റയിൽ ഭൂമിയെ എടുത്ത് കാരണജലത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഭഗവാനെ ഹിരണ്യാക്ഷൻ കാണുകയാണ്. അങ്ങനെ കണ്ടതിന് ശേഷം ഇതൊരു കാട്ടുമൃഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പുച്ഛിച്ച് ഭഗവാനെ അത്രയും നിന്ദിച്ച് സംസാരിച്ചു ഹിരണ്യാക്ഷൻ. അതിനുശേഷം യുദ്ധത്തിന് തയ്യാറായി ഗദയും എടുത്തിറങ്ങിയാണ്. അപ്പൊ ഗദാപാണിയായി ഹിരണ്യാക്ഷനെ കണ്ടപ്പോ ഭഗവാനും ഗദയും എടുത്ത് യുദ്ധത്തിലിറങ്ങി. ആ ഗദയുടെ ഘടഘട എന്നുള്ള ശബ്ദം കൊണ്ട് ആ ഭാഗമാകെ പ്രപഞ്ചമാകെ ആ ശബ്ദം കൊണ്ട് ഇങ്ങനെ ഭയന്ന് നിന്നു. അങ്ങനെ ആകാശത്ത് ദേവന്മാരൊക്കെ ഈ യുദ്ധം കാണാനായി വന്നു നിന്നു. അപ്പൊ ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഹിരണ്യാക്ഷനെ വധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭഗവാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിരണ്യാക്ഷന്റെ പ്രഹരത്തില് ഭഗവാന്റെ കയ്യിലുള്ള ഗദ താഴെ പോയ സമയത്ത് അസുര കുലത്തിന്റെ തന്നെ ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തിയുള്ള സുദർശന ചക്രത്തെ ഭഗവാൻ സ്മരിച്ചു. അപ്പോൾ
അദ്ദേഹത്തിന്റെ കയ്യില് ഭഗവാന്റെ കയ്യിൽ ആ സുദർശന ചക്രം ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് വരെയാണ് നമ്മൾ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകത്തിൽ എന്താ വിവരിക്കുന്നത് എന്ന് നോക്കാം. 6-ാമത്തെ ശ്ലോകത്തിൽ കാലന്റെ കോപാഗ്നി പോലെ ഹിരണ്യാക്ഷന് മനസ്സിൽ കോപമുണ്ടായി, അത്രയും ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാലന്റെ കോപാഗ്നി പോലെ അത്രയും കോപിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഹിരണ്യാക്ഷൻ ശൂലമെടുത്ത് ഭഗവാന്റെ നേർക്ക് എറിഞ്ഞു. അപ്പൊ ഭഗവാന്റെ കയ്യിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സുദർശന ചക്രം ഉണ്ട് എന്ന്, അല്ലെ? അപ്പോൾ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ആ ശൂലത്തെ ഭേദിച്ചു കളഞ്ഞു. അപ്പോൾ പിന്നെയും വർദ്ധിച്ചു വന്ന കോപത്തോടു കൂടി മുഷ്ടിപ്രയോഗം, കൈമുഷ്ടി കൊണ്ട് ഇടിച്ച് ഭഗവാനെ വേദനിപ്പിക്കാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പൊ ഇതിലിങ്ങനെ പറയുന്നുണ്ട്, മായയിൽ നിന്നൊക്കെ മോചിതനായിട്ടുള്ള ഭഗവാനോട് മായാലീലകൾ കാണിക്കാൻ തുടങ്ങി ഈ ഹിരണ്യാക്ഷന്. നമുക്കറിയാലേ, മായയിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അടുത്ത് തന്നെ മായ കൊണ്ടുള്ള പ്രയോഗം നടത്താൻ തുടങ്ങി ഈ ഹിരണ്യാക്ഷൻ എന്നുള്ളതാണ് 6-ാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. 7-ാമത്തെ ശ്ലോകത്തില് 3-ാമത്തെ വരി ഗരിഷ്ഠാഭിർ മുഷ്ടി പ്രഹൃതിഭിർ എന്നാക്കി താഴെ അഭിനന്ദ മസുരം എന്നാക്കി ചൊല്ലാം. ഒന്നിച്ച് ചൊല്ലിയാലും കുഴപ്പമില്ല, ചെറിയ ശ്ലോകമാണ്, അതുകൊണ്ട് ഒന്നിച്ച് ചൊല്ലിയാലും തെറ്റില്ല. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുതേ തതോ മായാചക്രേ വിദദകനരോഷാന്ത മനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിരഭിനന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുതേ തതോ മായാചക്രേ വിദദകനരോഷാന്ത മനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിരഭിനന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഹിരണ്യാക്ഷന്റെ മായാപ്രയോഗങ്ങളൊക്കെ, മായാ സമൂഹം എന്നാണ് ഇവിടെ പറയുന്നത്. ആ മായാ സമൂഹം ഒക്കെയും സുദർശന ചക്രത്തിന്റെ തേജസ്സിൽ നിന്ന് വരുന്ന കനലിന്റെ പ്രഭയിൽ അങ്ങ് ഇല്ലാതായിപ്പോയി, നിഷ്പ്രഭമായി പോയി ആ എല്ലാ മായകളും. അപ്പൊ വർദ്ധിച്ച കോപത്തോടുകൂടി അന്ധനായി തീർന്നു, അല്ലെ? കോപം കൂടുമ്പോൾ ഒരാൾ അന്ധനായി തീരുമെന്ന് പറയും. അതായത് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ പെരുമാറേണ്ടത് എന്നൊന്നും ഒരാൾക്ക് ബോധം ഉണ്ടാവില്ല. വർദ്ധിച്ച കോപം ഒരാളെ അന്ധനാക്കും എന്നാണ് പറയാറ്. അപ്പൊ അതുപോലെ തന്നെ വർദ്ധിച്ചു വന്ന കോപം കൊണ്ട് അന്ധനായി തീർന്ന ഹിരണ്യാക്ഷൻ മുഷ്ടിപ്രയോഗങ്ങൾ കൊണ്ട് ഭഗവാനെ ഇടിച്ചു വേദനിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ, ഭഗവാൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ചെവിയുടെ ചുവട്ടിൽ, ഹിരണ്യാക്ഷന്റെ ചെവിയുടെ ചുവട്ടിൽ നല്ല ഒരു പ്രഹരം കൊടുത്തു എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇതൊക്കെയും ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഓരോ രംഗങ്ങളായിട്ടാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അത്രയേ പറയുന്നുള്ളൂ. എല്ലാ മായാ സമൂഹങ്ങളും ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോയി. അപ്പോൾ കോപം കൊണ്ട് അന്ധനായി തീർന്ന ഹിരണ്യാക്ഷൻ ഭഗവാനെ മുഷ്ടി കൊണ്ട് ഇടിച്ചു വേദനിപ്പിക്കുന്നവനായി തീർന്നു. അപ്പോൾ ഭഗവാൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഹിരണ്യാക്ഷന്റെ ചെവിയുടെ ചുവട്ടിൽ ഒരു പ്രഹരം കൊടുത്തു എന്നുള്ളതാണ് 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 8-ാമത്തെ ശ്ലോകം ചൊല്ലാം. മഹാകായ സോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്രാധപദൃശിഭി ശ്ലാഘിതഹതി തദാ താമുദ്ധാമ പ്രമദഭര വിദ്യോതി ഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. ഒന്നുകൂടി ചൊല്ലാം. മഹാകായ സോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്രാധപദൃശിഭി ശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമ പ്രമദഭര വിദ്യോതി ഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭിരനുവന്നധ്വരതനും. 8-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഒരു പ്രഹരം കൊടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ പ്രഹരമേറ്റ്, ഭഗവാന്റെ കാല് കൊണ്ടുള്ള താടനമേറ്റ് ഹിരണ്യാക്ഷൻ മുഖത്ത് മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് താഴെ പതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ താഴെ മുഖത്ത് മുഴുവൻ ഇങ്ങനെ രക്തമായിരുന്നു ഹിരണ്യാക്ഷന്റെ, അങ്ങനെ താഴെ പതിച്ചു.
ഹിരണ്യാക്ഷന്റെ ആദ്യ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഹിരണ്യാക്ഷൻ താഴെ പതിച്ചപ്പോൾ ആഹ്ലാദം കൊണ്ട് മുനിശ്രേഷ്ഠന്മാർ ഭഗവാനെ സ്തുതികൾ കൊണ്ട് വാഴ്ത്തിപ്പാടി എന്നാണ് പറയുന്നത്. സ്തുതികൾ കൊണ്ട് യജ്ഞശരീരനായിട്ടുള്ള ഭഗവാനെ മുനിശ്രേഷ്ഠന്മാർ ആഹ്ലാദം കൊണ്ട് നന്നേ വാഴ്ത്തിപ്പാടി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി 9ാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വചിച്ഛന്തോ രോമസ്വപികുശഗണശ്ചക്ഷുഷി ചതുർഭോതാരോക്രൗ സുധവിവദനേ ചോദരൈഡാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദ ത്വചിച്ഛന്തോ രോമസ്വപികുശഗണശ്ചക്ഷുഷി ചതുർഹോതാരോക്രൗ സൃഗവിവദനേ ചോദരൈഡാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദ. 9ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നമ്മള് ഇതിനു മുമ്പ് വിരാട് പുരുഷോത്പത്തി പറഞ്ഞിരുന്ന സമയത്ത്, ദശകം പറഞ്ഞിരുന്ന സമയത്ത് അതിന് ഈ പ്രപഞ്ചമാകെ ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് നമ്മൾ കണക്കാക്കി പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോ അതുപോലെ ഇതിൽ യജ്ഞവരാഹമൂർത്തിയായി ഭഗവാനെ കാണുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ ഓരോ അവയവങ്ങളും യജ്ഞത്തിനുള്ള ഓരോ ഉപകരണങ്ങളായിട്ടാണ് ഇതിൽ കണക്കാക്കി ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ വിളിക്കുന്നത് അഭീഷ്ടദാതാവും സർവശക്തനും പരബ്രഹ്മവുമായിരിക്കുന്ന ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഭഗവാന്റെ ത്വക്കിൽ ഛന്ദസ്സും, കാലുകളിൽ 4 കാലുകളിൽ ഋത്വിക്കും, രോമങ്ങളിൽ ദർഭപ്പുല്ലുകളും, കണ്ണിൽ നെയ്യും, മുഖത്തിൽ സുക്കും, വയറ്റിൽ ഹോമദ്രവ്യ പാത്രവും, നാവിൽ സോമരസ പാത്രവും, ചെവിയിൽ ഹോമശേഷ പാത്രവും, കഴുത്തിൽ ഉപയജ്ഞങ്ങളും, സോമരസം ഭഗവാന്റെ രേതസ്സും ആകുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായി ഒരു വിരാട് പുരുഷന്റെ വടിവിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഭഗവാനെ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് അഭീഷ്ടദാതാവും സർവശക്തനും പരബ്രഹ്മവുമായിരിക്കുന്ന ഭഗവാനെ എന്ന് വിശേഷിപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ ഓരോ അവയവങ്ങളും യജ്ഞത്തിനുള്ള ഓരോ ഉപകരണങ്ങളായിട്ട് വിവരിക്കുകയാണ്. അങ്ങനെ കണ്ട് മുനിശ്രേഷ്ഠന്മാർ സ്തുതിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ അങ്ങനെ ഒരു യജ്ഞത്തിന് തയ്യാറായിട്ടുള്ള ഓരോ ഉപകരണങ്ങളായിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളെ കണ്ടുകൊണ്ട് വരാഹമൂർത്തിയെ ഒരു വിരാട് പുരുഷന്റെ വടിവിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണപ്പെടുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതര കീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുദരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപദേ. ഒന്നുകൂടി ചൊല്ലാം. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതര കീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുദരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപദേ. അല്ലയോ മധുരിപുവായിട്ടുള്ള ഗുരുവായൂരപ്പ, മുനിശ്രേഷ്ഠന്മാരാൽ ഇങ്ങനെയുള്ള സ്തുതികൾ കൊണ്ട് ആനന്ദചിത്തനായി തീർന്നവനും മഹത്വവും ദിവ്യവുമായിട്ടുള്ള രൂപം കൊണ്ടും പരിശുദ്ധമായ കീർത്തി കൊണ്ട് ശോഭിക്കുന്നവനും സ്വന്തം ആലയമായിട്ടുള്ള വൈകുണ്ഠത്തെ പ്രാപിച്ചവനും ആനന്ദരസത്തിൽ മുഴുകിയിരിക്കുന്നവനുമായിട്ടുള്ള അവിടുന്ന് ഭഗവാനെ എന്നെ എന്റെ എല്ലാ രോഗപീഠകളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 10ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിച്ച് 13ാമത്തെ ദശകം ഇവിടെ പൂർത്തിയാക്കി. അങ്ങനെ ഹിരണ്യാക്ഷവധം ഇവിടെ നടന്നിരിക്കുകയാണ്. അങ്ങനെ ഹിരണ്യാക്ഷവധം ദശകം നമ്മളിവിടെ പൂർത്തിയാക്കി. ഇനി അടുത്ത ദശകം 14ാമത്തെ ദശകം എന്ന് പറയുന്നത് കപിലോപാഖ്യാനമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ചൊല്ലിയിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. തദശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി
ത്വയി ചിന്തത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിരുദം സ്വാം സമതനോത് ഗളന്മായേ മായാ സ്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ വിദധഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകായ സോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്രാധപദൃഷിഭി ശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമ പ്രമദഭര വിദ്യോതി ഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും ത്വജിച്ഛന്ദോ രോമ സ്വഭികുശഗണശ്ചക്ഷുഷി കൃതം ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനെ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസത മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുദരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപതേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോ എല്ലാവരും തുടർന്നും എല്ലാ വീഡിയോസും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലെ തന്നെ നാരായണനെ ചൊല്ലി ഭഗവാനോട് അടുത്ത് നിന്ന് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹരി.